എന്റെ സിംഹാസനം കൊണ്ടുപോയി നീ, എന്റെ സ്വപ്നങ്ങളും പോയി മറഞ്ഞു. എന്റെ വികാര വിപഞ്ചിക തന്നിലെ പാടാത്ത രാഗങ്ങൾ നീ കവർന്നു. പാടാത്ത രാഗങ്ങൾ നീ കവർന്നു. അതിനെന്താ ജോസഫ്, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന സമയം വളരെ കുറവാണ്. നമുക്കെന്ത് സംഭവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചല്ല നമ്മുടെ ജീവിതം ഇരിക്കുന്നത്. നാം അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനാണ് പ്രാധാന്യം. എടോ, നമുക്ക് എന്തെങ്കിലും വെള്ളം കുടിച്ചാലോടോ? ഈ തീരുമാനം ഒരു സേഫ് ലൈനായിട്ടാണ് ഞാൻ കരുതുന്നത്. കാണാ കയ്യത്തിലിട്ടെന്തിന്നു നീ എൻ്റെ നാടിൻ തുടിപ്പ് കവർന്നെടുത്തു. കര കാണാ കയ്യത്തിലിട്ടെന്തിന്നു നീ എൻ്റെ നാടിൻ തുടിപ്പ് കവർന്നെടുത്തു. ജോസഫേട്ടോ, അല്ല നമ്മുടെ ജിമ്മി എവിടെ? അവൻ പോയടാ. വെള്ളം കയറിയ രാത്രിയിൽ ഞങ്ങളെല്ലാവരും ക്യാമ്പിൽ പോയടാ. പക്ഷേ അവനെ കൊണ്ടുപോകാൻ പറ്റിയില്ലടാ. പിന്നെ അവനെ കുറിച്ച് അന്വേഷിച്ചില്ലേ ജോസഫേട്ടാ? ഇനി അന്വേഷിക്കാൻ ഒരിടവും ഇല്ലടാ. കഷ്ടം തന്നെ. അപ്പൊ ഇനി ജിമ്മിക്ക് പാല് വാങ്ങണ്ടല്ലോ. ജോസഫേട്ടൻ അതില്ല പോയി. കൊണ്ടുപോയെങ്ങന്റെ പ്രാണന്റെ പ്രാണനാം സുന്ദര രൂപനാം ശ്വാന പ്രവീന്ദ്രനെ. എന്തിനാ പുള്ളേ, അനക്കെന്താ വേണ്ടേ? ഒരു പാല്. എന്റെ കയ്യിൽ കായുണ്ടാ? ആ തരി. ആ പിടിക്ക്. ബാക്കിക്കൊരു സിപ്പപ്പ്. 10 ഉറുപ്യ. ഒരു കവറ് പാല്, 2 സിപ്പപ്പ്, ബാക്കി കായ്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തേ ഇക്ക +2 ഏത് സബ്ജക്റ്റ് ആയിരുന്നു? അല്ല, അനക്ക് സിപ്പപ്പ് അല്ലേ വേണ്ടത്? ഞാൻ പിടിച്ച ഇജ്ജ് പോയേ. അനക്കൊന്നും വേണ്ടേ? ലിസ്റ്റ് എവിടെ? അതിനകത്തുണ്ടാ? നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല, നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും. 62 ഉറുപ്യ. പണിക്കോട്ട് 2 ആഴ്ചയായി, കയ്യിൽ കാശൊന്നുമില്ല. 2 ആഴ്ചയായിട്ട് ക്യാമ്പിൽ തന്നെയായിരുന്നു, കയ്യിൽ കാശില്ല. എടാ, അന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. കാടം കൊടുത്ത് മനുഷ്യൻ മൂടിയതാണ് തോന്നുന്നത്. അനക്കെന്താ വേണ്ടേ? जो सबका घर कहाँ है? ഇത് ഞമ്മ കലക്കും. ഗോ ഗോ. फूल फूल അത് തന്നെ. വളവ് अहाता തൊട്ടടുത്ത് തന്നെ. शुक्रिया. ജോസഫല്ലേ, പണിക്കാശല്ലേ, ഓന് കിട്ടിയത് തന്നെ.
വല്ല ആവശ്യക്കാരാണെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചേക്കും. അങ്ങോട്ട് വിളിച്ച് കാശ് കളയണ്ട. ആലിസേ, നീ ഇത്ര വേഗം ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയ? ടോണി, നീനെ ഒന്ന് എഴുന്നേൽക്കടാ, നേരെ ഒരുപാടായി. ഹരി, പറയടോ. ചെറിയ പണിയെന്ന് പറഞ്ഞാൽ അതൊരു പണിയല്ലടോ. എന്നാ പോട്ടെ. ഞാൻ ചന്തയിൽ പോയപ്പോൾ ഒരാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വല്ല ബംഗാളി പിള്ളേരായിരിക്കും. ഏയ്, ബംഗ്ലാദേശി പിള്ളേരൊന്നും ആയിരിക്കില്ലടോ. ഈ പ്രദേശത്ത് അവരൊന്നും ഇല്ലടോ. ഏയ്, ഒരിക്കലും ഇല്ലെന്നേ. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ലടോ. നമുക്ക് നമ്മുടെ പണി ചെയ്യണം, അല്ലാതെ വേറൊന്നുമില്ല. കോളിമ്പൽ അടിക്കുന്നു, ആരും വരുന്നുണ്ട്. ശരിയടോ, നമുക്ക് ഉച്ചക്ക് കാണാം. നീ ആരാ? कल बाजार में वो दुकानदार मैंने भेजा. പണിക്കല്ലേ? ഓ, സമാധാനമായി. തുമാരാ നാം? जीतू. നിനക്ക് ഒറ്റക്ക് പറ്റുമോ? വേറൊരാൾ കൂടി വേണ്ടേ? एक और भी आएगा. അത് മതി. അവൻ വരുന്നവരെ നിന്നെ ഞാൻ സഹായിക്കാം. അല്ല, നിന്റെ വീട് എവിടെയാണ്? मेरा घर पश्चिम बंगाल का सिंगूर गांव में था. വീട്ടിൽ ആരൊക്കെയുണ്ട് നിന്റെ? घर में बाप और बहन. तो हम बड़ा बड़ा कंपनी आके फैक्ट्री बनाया. रोटी गया, काम गया, पूरा गया. माँ को बीमार था, वो मर गया. काम नहीं तो पैसा कैसे मिलेगा? इसके बाद हम केरल में आया. केरल में आके बाप का बीमार हो गया. അല്പം വെള്ളം കിട്ടുമോ? ജോസഫിന്റെ അടുത്ത സുഹൃത്താണ്. അയാൾക്ക് തലയുടെ പിൻഭാഗത്ത് ആഴത്തിലൊരു മുറിവുണ്ട്. കോംപ്ലിക്കേഷൻ എന്തെങ്കിലും? ഒന്നുകിൽ അൺകോൺഷ്യസ് ആയി വീണപ്പോൾ സംഭവിച്ചതാവാം, അതല്ലെങ്കിൽ ആരോ അയാളെ മനഃപൂർവ്വം തലക്കടിച്ചു വീഴ്ത്തിയതാവാം. അതിന് അയാൾക്ക് ശത്രുക്കളായിട്ട് ആരുമില്ലല്ലോ ഡോക്ടർ. പേഷ്യന്റിന് ബോധം വരാതെ ഒന്നും പറയാൻ പറ്റില്ല. കൂടാതെ ഷുഗറുണ്ട്. ഒരു ഡീറ്റെയിൽ സ്കാനിങ്ങിലൂടെ മാത്രമേ നമുക്ക് കൃത്യമായി എന്തെങ്കിലും പറയാൻ പറ്റൂ. ജോസഫിന്റെ ഡീറ്റെയിൽസ് ഒന്ന് വേണമല്ലോ. ഓക്കെ 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 ശരി, ഓക്കെ. 2 ബംഗാളി പയ്യന്മാരാണ് പേഷ്യന്റിനെ ഇവിടെ കൊണ്ടുവന്നതെന്നാണ് കാഷ്വാലിറ്റിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അവരിപ്പോൾ മിസ്സിങ്ങുമാണ്. So I think we have to inform the police.
ഈ വീടിന്റെ അകമൊന്ന് പരിശോധിക്കണമല്ലോ. ഇവിടെ വേറെ ആരൊക്കെയാ ഉള്ളത്? ഓൻ്റെ ബീവിയും 2 കുട്ടികളും. ഇപ്പോൾ അവരൊക്കെ ഒരു മയ്യത്തായിട്ട് ഒരുപാട് വർഷമായി സാറേ. വേളാങ്കണ്ണി പള്ളി പോയതാണ്. ബൈക്ക് വെച്ച് ഒരു അപകടം ഉണ്ടായി. 3 പേരും മയ്യത്തായി. പഠിച്ചവൻ്റെ കൃപ കൊണ്ട് ജോസഫ് മാത്രം എങ്ങനെയോ രക്ഷപ്പെട്ടു. അതിന് ശേഷം അയാൾ പുറത്തിറങ്ങാറില്ല, വാഹനങ്ങളൊന്നും ഓടിക്കാറില്ല. ആ നായായിരുന്നേ ഓനുണ്ടായിരുന്ന കൂട്ട്. ഓരിവിടെ ഉണ്ടെന്നാണ് ഓൻ്റെ വിചാരം. ഓൻ എല്ലാ വർഷവും ഒരായിട്ട് സംസാരിക്കാറുണ്ട്. അല്ലാ, അന്ന് നടന്നതെന്താണെന്ന് ഒന്ന് വിശദീകരിക്കാം. ഞാനന്ന് ആവശ്യത്തിലധികം സന്തോഷവാനായിരുന്നു. ജിമ്മിയുടെ കൂടെ അതായിരുന്നു എൻ്റെ മനസ്സ് മുഴുവൻ. ഞാൻ അവർ വേണ്ടുവോളം ഹെൽപ്പ് ചെയ്തിരുന്നു. പെട്ടെന്ന് എനിക്കൊരു ക്ഷീണം തോന്നി. പിന്നെ അവൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വെള്ളം വാങ്ങി കുടിച്ചു. പിന്നെ 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 ആ പയ്യൻ അവൻ അവൻ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് ആരാണ്? അവനാ. അവനൊരു പാപമാണെന്നാ തോന്നുന്നത്. അവൻ എന്നോടെല്ലാം പറഞ്ഞിരുന്നു, അവൻ്റെ കഥ മുഴുവനും. അവൻ അരുതാത്തതൊന്നും ചെയ്യില്ല. അവനിപ്പോൾ മിസ്സിംഗ് ആണ്. എനിക്ക് പരാതിയൊന്നുമില്ല സാറേ. ആ പയ്യനില്ലെങ്കിൽ കാണാമായിരുന്നു. ഞാനത് പറയാനിരിക്കുകയായിരുന്നു. നമ്മളവനെ അനാവശ്യമായിട്ട് ഒരുപാട് സംശയിച്ചു. തിരിച്ചടികൾ ആദ്യം അപകടത്തിൻ്റെ രൂപത്തിൽ, ഇപ്പോൾ പ്രളയത്തിൻ്റെ രൂപത്തിൽ. ഈ ഒറ്റപ്പെടൽ എനിക്ക് താങ്ങാനാവുന്നില്ലല്ലോ. റിയലി ഐ ആം ഫെഡ് അപ്പ്. ഈ ജിത്തു എന്ന് പറയുന്ന പയ്യൻ്റെ വീടെന്ന് അറിയാനായിരുന്നു. അവൻ്റെ അച്ഛൻ ഈ അടുത്ത് മരിച്ചു പോയിരുന്നു. ഇതുപോലെ തന്നെ 2-3 രാഷ്ട്രീയക്കാർ 2-3 ദിവസം മുമ്പ് വന്നിരുന്നു. റീത്തൊക്കെയായിട്ടാണ് അവർ വന്നത്. ഞാൻ കരുതി ഞാൻ തന്നെ ചത്തുപോയിരുന്നത്. ഈ പ്രദേശത്ത് വെള്ളമൊക്കെ പൊങ്ങിയായിരുന്നോ? വെള്ളപ്പൊക്കം വന്നിട്ട് ഇവിടെ ആകെ മുങ്ങിപ്പോയില്ലേ. ഈ കൊച്ചമ്മ ചോഞ്ഞാക്കളുടെ പെണ്ണുങ്ങളൊക്കെ എന്തായിരുന്നു ഇവിടെ. എന്നെ രക്ഷിക്കണേ, ഞാനിപ്പോ ചാവേ. ഹെലികോപ്റ്ററുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ പറക്കിയിരുന്നു. ജീവൻ പണയാൻ പറ്റിയുള്ള പണിയായിരുന്നു ഞങ്ങളെ. എന്നാ വല്ലപ്പോഴും കാണുമ്പോ ഒരു സ്മോൾ അടിക്കുള്ള കാശ്. പക്ഷെ ഈ പയ്യൻ ഒരു പെക്കടിക്കുള്ള കാശ് തരൂട്ട. പാവം ആ പയ്യന്റെ അച്ഛൻ കഴിഞ്ഞ ദിവസം ടിഷ്യൂ ചത്തുപോയി. ഇയാളെ കൊണ്ട് നിങ്ങള് വന്നേ. അല്ല, അവന്റെ വീട്ടില് വേറെ ആരുമില്ലേ? അമ്മയില്ല, അച്ഛൻ്റെ ഇപ്പൊ ഇങ്ങനെ. പിന്നെ ഉള്ളത് ഒരു അനിയത്തിയാണ്. അത് 2ാം ക്ലാസ്സിൽ പഠിക്കണം. പിന്നെ അതിനെ പഠിപ്പിക്കണം, അച്ഛന് മരുന്ന് വാങ്ങണം. എക്കേതിലോട്ടവൻ നല്ലോണം പാടുപെട്ടിരുന്നേ. ഇപ്പൊ എന്ത് എല്ലാം ഒലിച്ചു. ആ പിള്ളേരുടെ കാര്യം രക്ഷയില്ലെന്നാ തോന്നുന്നു. ഇല്ല, എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല.
എൻ്റെ തീരുമാനം വളരെ ശരിയാണ്. ഇനി ഇവരാണ് എൻ്റെ മക്കൾ. ആരെങ്കിലും ആ ഫോണൊന്നും എടുത്തേ. എക്സ്ക്യൂസ് മീ സർ. സർ, ഞാൻ ദുരിതാശ്വാസ സർവേക്ക് വേണ്ടി വന്നതാണ്. ജോസഫ് എന്നല്ലേ പേര്? ഇവിടെ വേറെ ആരൊക്കെയാണുള്ളത്? ഞാനും പിന്നെ എൻ്റെ മക്കളും. സാറിന്റെ നാശനഷ്ടങ്ങൾ കണക്കിലെടുത്ത് വില്ലേജിൽ നിന്നും 10,000 രൂപ വരെ ലഭിക്കാം. എനിക്ക് ആ പണം വേണ്ട. ഞാനതിന് അർഹനല്ല. അതിനൊക്കെ അർഹതയുള്ള ആയിരങ്ങൾ വേറെയുണ്ട്. നിങ്ങൾ ആ പണം അവർക്കാണ് കൊടുക്കേണ്ടത്. എനിക്ക് ദുരിതാശ്വാസമായി കിട്ടിയത് നഷ്ടപ്പെട്ടു പോയ എൻ്റെ കുടുംബാംഗങ്ങളെയാണ്. ശരി സർ. വാടാ മക്കളെ. മനുഷ്യ സ്വപ്നങ്ങൾക്ക് ഒരു പുതുജീവൻ നൽകാൻ ജോസഫിനെ പോലുള്ള മനുഷ്യർ ഇനിയും ജീവിക്കണം. നഷ്ടപ്പെടലുകളുടെ വേദന കടിച്ചമർത്തി പ്രതീക്ഷയുടെ കിരണങ്ങളേറ്റ പുതുനാമ്പുകളുമായി അവർ ആ ദൈവത്തിനടുത്ത്. എൻ്റെ വികാര വിപഞ്ചിക തന്നിലേ പാടാത്ത രാഗങ്ങൾ നീ കവർന്നു, പാടാത്ത രാഗങ്ങൾ നീ കവർന്നു. കണ്ടു തീർന്നില്ല ഞാൻ കൺകുളിർക്കേ എൻ്റെ സ്നേഹസ്വരൂപനാം ചങ്ങാതിയേ. കൊണ്ടുപോയെങ്ങൻ്റെ പ്രാണന്റെ പ്രാണനാം സുന്ദരരൂപനാം ശ്വാനപ്രവീന്ദ്രനെ. കൊണ്ടുപോയെങ്ങൻ്റെ പ്രാണന്റെ പ്രാണനാം സുന്ദരരൂപനാം ശ്വാനപ്രവീന്ദ്രനെ.